അത് ഡിസ്കസ് ചെയ്യേണ്ട മാറ്റർ. ഓക്കെ. അപ്പം നമ്മള് ഇതിന് എനിക്ക് തോന്നുന്നു ഒരു ഇന്ററാക്ഷൻ ആയിരിക്കും ഇച്ചിരൂടെ നല്ലത്, ഒരു വൺ വേ ഇതിനേക്കാളിലും. ബട്ട് ആദ്യം ഞാനൊരു ബ്രീഫ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിൽ വരുന്ന കുറെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് അതൊന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അതേപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അപ്പം ആക്ച്വലി ഈ പ്രിൻസിപ്പൽ കൗൺസിലർ അല്ലെങ്കിൽ നമുക്ക് ഫാമിലി കോർട്ട് എന്ന് തന്നെ എടുക്കാം. ഫാമിലി കോർട്ട് നമ്മുടെ നിലവിൽ സൊസൈറ്റിയിലോട്ട് അല്ലെ സമൂഹത്തിലേക്ക് വരുന്നതിന് ഞാൻ അന്ന് ഈ ഹൈക്കോടതിയിൽ ഇന്റർവ്യൂവിന് പോകുന്ന ആ സമയത്ത് ട്രെയിനിങ് ടൈമിലാന്ന് തോന്നുന്നു എപ്പോഴോ ഒരു ജേർണൽ അവിടുന്ന് തന്നെ എടുത്ത് വായിക്കാനിടയായി. ആ ജേർണലിനകത്ത് കണ്ട എനിക്ക് ഹൃദ്യമായി തോന്നിയതും എന്നെ ഒത്തിരി സ്പർശിച്ചതും എത്രയോ 20 ഇയേഴ്സ് ബാക്ക് ആണെന്ന് ഓർത്തോണം. അത് സ്റ്റിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തട്ടിക്കിടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഫാമിലി കോർട്ടിന്റെ കൺസെപ്റ്റ് വരാനുള്ള കാര്യം ലോങ് ഇയേഴ്സ് ബാക്ക് നമ്മുടെ അമേരിക്കയുടെ ഒക്കെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫാമിലി എന്ന് പറയുന്നത് തന്നെ വളരെ ചുരുക്കം ഉള്ള ഒരു നിലവിലായിരുന്നു. അപ്പൊ ആ ഫാമിലി ഇല്ലാത്തതിന്റെ പ്രോബ്ലം കൊണ്ട് അവരൊരു സർവേ നടത്തിയതാണ്. അപ്പൊ ഈ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഭയങ്കര പ്രോബ്ലംസ് ആയിട്ട് സ്റ്റുഡൻസ് വയലൻസ് കാണിക്കുന്നു, സ്റ്റുഡൻസ് അങ്ങനെ ഒരു ഇത് വന്ന് സർവേ നടത്തിയതിന്റെ ഒരു റിസൾട്ടായിട്ടാണത് ആ ജേർണലിനകത്ത് വന്നിരുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ പ്രകാരം ഈ ഫാമിലിക്ക് ഒരു ഫാമിലിയുടെ പ്രോബ്ലംസ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഒരു ഗെറ്റ് ടുഗദർ പോലൊക്കെ ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും ചെല്ലാം, ഫാമിലി ആയിട്ട് പ്രോബ്ലംസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ചെല്ലാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇത് സ്ലോലി ഇതൊരു ഫാമിലി കോർട്ടിന്റെ ഇതിലേക്ക് വരുന്നത്. ആക്ച്വലി 59th ലോ കമ്മീഷൻ ആണ് അതിന്റെ റിപ്പോർട്ടും പ്രകാരമാണ് ഈ ഫാമിലി കോർട്ടിന്റെ ഡിഫറൻസ് മീൻസ് സിവിൽ പ്രൊസീജിയറുമായിട്ട് ഇത് മാറ്റി വേറൊരു ഫാമിലി കോർട്ട് എന്ന് തന്നെയുള്ള സ്പെസിഫൈ ചെയ്തുള്ള ഒരു ഇതിലേക്ക് മാറ്റണം എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത് ആ റിപ്പോർട്ടോടുകൂടിയാ, 59th ലോ കമ്മീഷന്റെ ഒരു റിപ്പോർട്ടോടുകൂടിയാ. അപ്പൊ ആ റിപ്പോർട്ടിനകത്ത് ബേസ് ചെയ്തിട്ട് പിന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സും അങ്ങനല്ല അതിനെ ഫാമിലിയെ റിലേറ്റ് ചെയ്ത എല്ലാ പ്രോബ്ലംസും ഈ ഫാമിലി കോർട്ടിലേക്ക് മാറ്റണം എന്നുള്ള ഒരു ഇത്. അതെന്ന് പറയുന്നത് 1974 ഈ ഇത് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വരിക, റിപ്പോർട്ടും പ്രകാരം മാറ്റണം എന്നുള്ള ഡിസ്കഷൻ. ബട്ട് ആക്ച്വലി ആ ഫാമിലി കോർട്ടിന്റെ ആക്ട് ഫോം ഔട്ട് അമെൻഡ് ചെയ്തു വന്നിരിക്കുന്നത് 1984 അപ്പൊ ആ ഒരു 1984 ഇത് ഫാമിലി കോർട്ട് എന്നുള്ള നിലയിൽ തന്നെ മാറ്റിക്കൊണ്ട് ഫാമിലി കോർട്ടിന്റെ ആക്ട് രൂപവൽക്കരിക്കുകയും അതിനകത്തും ഈ ശരിക്കും ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഉദ്ദേശത്തിനകത്തും എന്താണെന്ന് ചോദിച്ചാല് ഫാമിലി ഡിസ്പ്യൂട്ട്സ് ഉള്ള ആ വ്യക്തികളെ ഒന്നിച്ചു വിളിച്ചിട്ട് അവര് എന്താണ് ഡിസ്പ്യൂട്ട്സ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്കൊരു കൺസിലിയേഷൻ എന്നുള്ളതാണ്, ഹൃദ്യമായി അവരുടെ പ്രോബ്ലത്തിനെ ഹൃദ്യമായ രീതിയിൽ സെറ്റിൽ ചെയ്യുക. അതാണ് അവിടുത്തെ ഒരു മെയിൻ അജണ്ട. ഇതാണ് ഇപ്പം ഇതിനകത്ത് ജിഹാദ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഇതൊരു ഡിവൈൻ ജോലിയാണെന്ന് പറയുന്നതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഈ നിങ്ങളെ ഇനിയും വക്താക്കളായി മാറുകയാണ്. മനുഷ്യരുടെ ഹ്യൂമൻ ബീങ്സിന്റെ മൈൻഡിന്റെ വാക്താക്കളായി മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി കോർട്ടിലേക്ക് വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കറിയാം ഒരു കോടതിയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലെ ഓടിച്ചെന്നാരും കോടതിയിലോട്ട് പോയില്ല. ഫസ്റ്റ് സ്റ്റെപ്പിലെ ഫാമിലിയിലെ ആൾക്കാർ തന്നെ ഒന്ന് ഇടപെടും, അത് കഴിയുമ്പോൾ സമൂഹത്തിലെ ആൾക്കാരൊന്ന് ഇടപെടും, തേർഡ് സ്റ്റെപ്പിൽ ചിലപ്പം മതപരമായ കൂട്ടായ്മയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മതത്തിലുള്ള ആൾക്കാരുമായിട്ടൊന്ന് ഇടപെടും. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പിലാണ് ഈ ഫാമിലി കോർട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഫാമിലി കോർട്ടിലേക്ക് വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും തീവ്രമായ ഒരു രീതിയിലായിരിക്കും. ഇവിടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന
അത് നിങ്ങളാണ് ഇനി ആൾക്കാർ. ആ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് എ വെരി ഹെൽപ്പിംഗ് ഹാൻഡ് ആണ്. നിങ്ങൾ MSW MSc സൈക്കോളജി ഒക്കെ കഴിഞ്ഞവർക്ക് അറിയാമല്ലോ അല്ലെ? എന്താ ഒരു ഹ്യൂമൻ മൈൻഡിനെ ഹൗ ടു ഹെൽപ്പ് ദം അല്ലെ, ഹെൽപ്പ് ദം ടു ഹെൽപ്പ് ദംസെൽസ് എന്നാണല്ലോ നമ്മൾ അതിന്റെ ഒരു ബേസിക് ഇത് പറയുന്നത് അല്ലെ, റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് ഉള്ള ഒരു ഫീൽഡാണ് ഈ ഫാമിലി കോർട്ടിലെ കൗൺസിലർ എന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം. അത് നമ്മളെ പ്രോബ്ലംസ്, ഡിസ്പ്യൂട്ട്സ്, കൺസിലിയേഷൻ നടത്തുക, സെറ്റിൽമെന്റ്. അപ്പം പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ സ്പീഡി സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, മീൻസ് കേസുമായിട്ട് വരുന്നവർക്ക് ഇങ്ങനെ ലാഗ് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്കിനും നേരത്തെ ഈ സിവിൽ പ്രൊസീജിയറിന്റെ കൂടെ കടന്ന സമയത്ത് ഈവൻ 20 years ഒക്കെ തന്നെ ഒരു ഫാമിലിയുടെ ഒക്കെ പ്രോബ്ലംസ് അവിടെ കിടക്കും, അതൊന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കാതെ. അങ്ങനെയാണ് ഫാമിലി കോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇച്ചിരൂടെ സ്പീഡായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ പ്രിൻസിപ്പൽ കൗൺസിലേഴ്സിന്റെ ഒരു വലിയൊരു ഹെൽപ്പ് അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്പീഡി സെറ്റിൽമെന്റിന് അവരുടെ ഒരു ഇന്റർവെൻഷൻ വളരെ ആവശ്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ മൈൻഡ് റീഡ് ചെയ്ത് അവരെ എത്ര തീവ്രമായ പ്രശ്നത്തിൽ ഇരിക്കുന്നവരാണെങ്കിലും വന്ന് നമ്മുടെ ആ റൂമിൽ വന്ന് നമ്മുടെ ആ ഒരു അന്തരീക്ഷത്തില് അവർക്കൊരു കാം കൂൾ എഫക്റ്റ് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു നല്ല ഒരു ഇതായിട്ട് ഈ ഒരു പോസ്റ്റിനെ നമുക്ക് കാണേണ്ടത്. പിന്നെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ അതാണ് ഇതിന്റെ ഒരു ഡിവിനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് റോൾസ് എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങളിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാം കൗൺസിലിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്സ് ഉണ്ടല്ലോ, റാപ്പോ ബിൽഡപ്പ് ചെയ്യുക. അപ്പൊ ഈ റാപ്പോ ബിൽഡപ്പ് ചെയ്യുക, അല്ലെ ലിസണിങ് പവർ, ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കലായിട്ട് വരുന്നുടനെ ഈ ഫാമിലി കോർട്ടിന്റെയും ഔട്ട്സൈഡ് കോർട്ടിന്റെയും കൂടെ ഉള്ള ഒരു കൗൺസിലിങ്ങിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ വെളിയിൽ നമ്മൾ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ ഉള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരിക എന്ന് പറയുമ്പോൾ അവർക്കൊരു കൺഫ്യൂസ്ഡ് മൈൻഡ് ഇല്ല. അവര് വരുന്നത് വെൽ ക്ലിയർ കട്ടായിട്ടാണ്, ഇത് എന്റെ പ്രോബ്ലം, ഐ വോണ്ട് ടു സോൾവ് ദിസ് പ്രോബ്ലം. ഈ ഫാമിലി കോർട്ടിൽ വന്നു വരുന്നവർക്കെന്ന് പറയുമ്പോഴത്തേനും അവർ ആകപ്പാടെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ആകപ്പാടെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ആകപ്പാടെ. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഏറ്റവും നമ്മുടെ സോഴ്സ് മുഴുവനും അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ഈ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ തന്നെ നമുക്ക് നല്ലൊരു അത് റാപ്പോ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് ഒത്തിരി കേസസിനകത്ത് നമ്മൾ പോലും അറിയാതെ ഒത്തിരി കേസസിനകത്ത് അവർക്ക് ഒത്തിരി സാന്ത്വനം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും എവിടെ വെച്ചാലും കാണുമ്പോൾ പറയും, മാം പറഞ്ഞ ആ ഒരു വേർഡ് ഉണ്ടല്ലോ എന്റെ ജീവിതത്തെ ഇന്നും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻസ് ചിലപ്പം നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പം അത് എന്തായിരുന്നു നാം പറഞ്ഞെന്നുള്ളത് പോലും നമ്മൾ ഓർക്കില്ല. ബട്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ വാക്കെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ എന്തും വേണ്ടി പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ ആ പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണം. ചിലപ്പം ഈ കോടതിയില് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചു ഇറങ്ങാൻ നേരം ചിലപ്പോ അവിടെ ഇരിക്കുന്ന എന്റെ കോവർക്കേഴ്സ് ഒക്കെ ചിലപ്പോ അവര് പറയും, മാഡം കയറിപ്പോയപ്പോ നല്ല സന്തോഷമായിരുന്നല്ലേ, ഇറങ്ങി വന്നപ്പോ എന്താ ഒരു ക്ഷീണം. ഞാൻ പറയും ഫുൾ എനർജിയുമായിട്ടാണ് വരുന്നത്. എനർജി മുഴുവനും നമ്മൾ സ്പ്രെഡ് ചെയ്തു, പോസിറ്റീവ് എനർജി മുഴുവനും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ബാറ്ററി ചാർജ് ചെയ്യാൻ പോകുന്ന പോലെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ചാർജ് ചെയ്തിട്ട് വരാമെന്ന് പറയും. എന്ന് പറയുന്നത് ആ ഒരു എനർജറ്റിക് അപ്രോച്ച് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സംഗതി ഇൻ ദ സെൻസ് ഈവൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയീസ്, ഇങ്ങനെയൊക്കെ ഉള്ളവരോട് നമ്മളിങ്ങനെ ഓൺ ദ വേ ഒക്കെ യാത്രയിലും ഒക്കെ അവര് സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ വർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ എന്തുവാ, വീട്ടിൽ ചെന്നാലും they may have a lot of work to do ബാക്കിയായിട്ട് കിടപ്പുണ്ടായിരിക്കാം. നമ്മുടെ ഫാമിലി പിന്നെ കൗൺസിലേഴ്സിന് ഒരു പോസിറ്റീവ് തിങ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ ഓഫീസ് വിട്ടു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ജോലി അവിടെ നമ്മൾ തീർക്കുക, നമ്മൾ അവിടെ തീർത്തിരിക്കുകയും വേണം.
ഇറ്റ് ഷുഡ് നോട്ട് അത് പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിൽ പോകരുത്. പോകുകയും വേണ്ട, അതിന്റെ ആവശ്യവുമില്ല. അപ്പൊ അത് അവിടെ നമ്മൾ ഫ്രെയിംഡ് ആയിട്ട് നമ്മൾ ആ വർക്ക് തീർത്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അത് വലിയൊരു പോസിറ്റീവാണ്. ഇന്നത്തെ ഒരു കാലയളവിൽ ഇപ്പം നമുക്കറിയാം, നിങ്ങളും ഈ കൗൺസിലിംഗ് ഫീൽഡിലൊക്കെ ഇരിക്കുന്നവർക്കറിയാം, ഒത്തിരിയും ഫാമിലീസ്, യങ്ങസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം എന്താണ്, അവർക്ക് ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല എന്നുള്ളത് ഇല്ലേ? ഓരോ ഫീൽഡിലും വർക്ക് ചെയ്യുന്നവരുടെ വലിയൊരു പ്രശ്നം. കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ടൈം കിട്ടുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ മാറ്റേഴ്സ് നോക്കാനായിട്ട് ടൈം കിട്ടുന്നില്ല. എല്ലാം ആണെങ്കിലും വർക്ക് പ്രഷർ കാരണം അവർക്ക് വീട്ടിലൊരു മനസ്സിനൊരു സ്വസ്ഥതയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രോബ്ലംസ് നമ്മുടെ ചുറ്റും കടന്ന് കാണുന്നുണ്ട് നമ്മൾ. അപ്പൊ ഇതിനകത്തെല്ലാം ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് നമ്മൾ കൗൺസിലിംഗ് എല്ലാം നടത്തി നമ്മുടെ വീട്ടിലെ കാര്യത്തിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ, അപ്പൊ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എന്റെ ലൈഫുമായിട്ട് ഞാൻ തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഞാൻ ആക്ച്വലി കൗൺസിലർ ആയിരുന്നത് കൊണ്ട് എന്റെ തന്നെ ഫാമിലിയിൽ എനിക്ക് ഒത്തിരിയും പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു പോസിറ്റീവ് തിങ് ആണ്. നമ്മൾ ഒരു പിന്നെ നമ്മുടെ വർക്കും നമ്മൾ പറയുമല്ലോ, നമ്മുടെ വർക്കും നമ്മുടെ ലൈഫും ഫാമിലി ലൈഫും ഇത് രണ്ടും കൂടെ വളരെ ചേർത്തിണക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അപ്പൊ ഇത് നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു ഗെറ്റ് ഇൻ ടു ദിസ് ജോബ്. അത് ഇതിനകത്ത് ഞങ്ങളുടെയൊക്കെ ടൈമില്, ഈവൻ ഇപ്പോഴും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ ടൈമില് ഈ ആപ്ലിക്കേഷൻ ഫോം തന്നെ റിജക്ട് ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ എന്റെ തന്നെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫോം റിജക്ട് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടൊരു ലെറ്റർ വന്നു, ഫോമും എല്ലാം ഇങ്ങനെ തിരിച്ച് അയച്ചു തന്നിട്ടുണ്ട്, റിജക്റ്റഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഹൈക്കോടതിയിൽ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഞങ്ങളെ ഒരു ഇന്റർവ്യൂവിന് ചെന്നവരെ ഒരു റൂമിലോട്ട് ഇങ്ങനെ കയറ്റുക. കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വെരിഫിക്കേഷൻ നടത്തും. പിന്നെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഇതിന്റെ മറ്റു എല്ലാം കൂടെ വെരിഫൈ ചെയ്യാനായിട്ട്. ഈ വെരിഫൈ ഞാനപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ അവിടെ തന്നെ കയറുന്ന കുറെ പേര് റിജക്ട് ചെയ്ത് അന്നേരം തന്നെ സോർട്ട് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിന്നെ എടുക്കാൻ പോകുന്നതായ അല്ലെങ്കിൽ ശ്രമിക്കുന്നതായ ഈ പോസ്റ്റിന് നമ്മൾ വി ഷുഡ് ഗീവ് ദ ഇമ്പോർട്ടൻസ് ഓൾസോ. അപ്പൊ ഈ പറയുന്നത് പോലെ ഇപ്പം ജിഹാദ് പറഞ്ഞതുപോലെ ഉള്ള ഒരു കോച്ചിങ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് മേ ഹെൽപ്പ് യു, ഇറ്റ് മേ അല്ല, ഇറ്റ് വിൽ ഹെൽപ്പ് യു. അതാണ് അതിനകത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമുക്ക് ഞാൻ ഓർക്കുന്നു, പിന്നെ എനിക്കത് പോസിറ്റീവായിട്ട് പറയാനുള്ള വലിയൊരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ചുറ്റും മിക്ക പോസ്റ്റിനും ഏത് പോസ്റ്റ് ചെന്നാലും ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ പിന്നെ ഡൊണേഷൻ എന്നുള്ള നിലയിൽ എന്തോ അതിന് പറയുന്നത്, ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം, ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ. മീൻസ് നമുക്കറിയാം, നിങ്ങളും എല്ലാം ലെക്ചർ പോസ്റ്റിനും ഒക്കെ അപ്ലൈ ശ്രമിക്കുന്നവരും ഒക്കെ ആയിരിക്കുമല്ലോ അല്ലേ? ഓരോ പോസ്റ്റിനൊക്കെ വേണ്ടി ചിലപ്പോൾ ലാക്സ് ആൻഡ് ലാക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ എനിക്ക് പറയാനുള്ള, നിങ്ങളോടെല്ലാം നല്ല പോസിറ്റീവായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇങ്ങനെ റൂമിൽ ഇന്റർവ്യൂവിന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ട് ഹൈക്കോടതി കാണുകയാണ്. ഹൈക്കോടതിയിൽ നമ്മൾ കയറിയിരുന്നു, നമ്മളെ കയറ്റി അകത്ത് കയറിയിരുന്നു. ഒരു ഫ്ലാഷ് പോലൊരു ന്യൂസ് ഇങ്ങനെ പകർന്നു. നമുക്ക് അടുത്തിരിക്കുന്നവരെയൊന്നും അറിയില്ല, എല്ലാവരും പലരും വന്നിരിക്കുന്നത്. പക്ഷെ ഒരു ന്യൂസ് ഇങ്ങനെ വന്നു, ഓൾറെഡി ഈ പോസ്റ്റ് എല്ലാം എടുത്തു വെച്ചിരിക്കുക, ഇത് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രഹസനം മാത്രമാണ് എന്നുള്ളത്. ആക്ച്വലി അത് ഇറ്റ് ഹെൽപ്പ് മീ ഇൻ ഒരു വേ. എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ അപ്പോഴത്തെ ആ ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യാൻ പോകുന്നതിന്റെ ആ ഒരു ടെൻഷനും ഒന്നും ഇല്ലാതായി, എല്ലാം റിലാക്സ്ഡ് ആയി. എന്ന് വെച്ചാൽ ഞാനൊന്നൊരു ഓക്കെ, എടുത്തു വെച്ചിരിക്കുന്ന പോസ്റ്റ് നമ്മളധികം അത്രയും നേരം എല്ലാവരും ഇങ്ങനെ ബുക്സ് ഒക്കെ ഇങ്ങനെ മറിച്ച് പറിച്ചുകൊണ്ടിരിക്കുക, എന്തോ ചോദിക്കുന്നത്, അപ്പൊ എന്തോ പറയേണ്ടതെന്നൊക്കെയുള്ള ബുക്സ് ഒക്കെ ഇങ്ങനെ മറിച്ചുകൊണ്ടിരുന്ന നടത്തുന്നതാണ്. ഒരു ഇത് വന്ന് എൻ്റെ അടുത്ത്, എൻ്റെ ഇപ്പുറത്തിരുന്ന ആൾ അന്നേരം പറയുന്നത്, ആരാണ്ട് പറഞ്ഞു ഓൾറെഡി ഇത് പോസ്റ്റെല്ലാം എടുത്തിട്ട്. അപ്പൊ നമ്മളെ ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ടിട്ട് ഞാനും ഓർത്തു, ഓക്കെ, എടുത്തു വെച്ചിരിക്കുന്ന പോസ്റ്റ് നമ്മൾ റിലാക്സ്ഡ് ആയി.
അപ്പൊ ഈ റിലാക്സ്ഡ് ആയി എന്ന് പറയുന്നത് എനിക്കൊരു പോസിറ്റീവ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ വളരെ കൂൾ, വളരെ സ്ട്രോങ്, വളരെ ഹാപ്പി, വളരെ നല്ലൊരു സ്മൈലോട് കൂടിയാണ് ഞാൻ ഇന്റർവ്യൂവിന് കയറുന്നത്. പക്ഷെ അവിടെ ഞാൻ കണ്ടത്, എനിക്ക് ഒരു 5 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂ ബോർഡിൽ. 5 മെമ്പേഴ്സും നല്ല വാലിഡ് ആയിട്ടുള്ള, നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും എന്നോട് നല്ലൊരു ഡിസ്കഷൻ മോഡലിൽ ആ ഇന്റർവ്യൂ നടക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ, അപ്പൊ എനിക്ക് ഈ ഫീൽഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് ഈ കൗൺസിലിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോട് ഇവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വളരെ ഇൻട്രസ്റ്റിങ്ങും എന്തൂസിയാസും ഒക്കെ ആയിട്ടാണ്, എനർജി ആയിട്ടാണ് ഞാൻ ഉത്തരം പറയുന്നത്. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മേ ബി ആ ഇന്റർവ്യൂവിന്റെ എന്റെ അപ്പിയറൻസ്, എന്റെ ആ ഒരു ഒരു ഇത് ഹെൽപ്ഫുൾ ആയിരുന്നു. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആണ് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യം തന്നെ ഒരു സെലക്ഷൻ കിട്ടാൻ, എനിക്ക് മെറിറ്റ് റാങ്കിൽ തന്നെ കിട്ടാനായിട്ട് സാധിച്ചത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഒരു പാഠം പഠിച്ചു. ഹൈക്കോടതിയില് റെക്കമെൻഡേഷനും വേണ്ട, ഡൊണേഷനും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള ഒരു പാഠം അണ്ടർലൈൻഡ് ആയിട്ട് എനിക്ക് ഇന്നും ഞാൻ സ്ട്രോങ് ആയിട്ട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നമുക്ക് സ്കില്ലും ദൈവം മീൻസ് ഗ്രേസ് ഓഫ് ഗോഡും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അർഹതപ്പെട്ടാണെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ളത്. അതൊരു നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന, ഇന്ന് നമ്മുടെ സമൂഹത്തില് നമ്മളെല്ലാരും ഫേസ്, നിങ്ങൾ ഇപ്പൊ പുതിയ പുതിയ കുഞ്ഞുങ്ങള് എല്ലാരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ഇപ്പം നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇത് 100% ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. നമ്മൾ ഇതിന് പ്രിപ്പയർഡ് ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ പോയാൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് വേറെ ഒരു സോഴ്സ് ഓഫ് ഇതും വേണ്ട അതിനകത്ത്, മീൻസ് റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കിട്ടും എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ വേറെ ഇതിനെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, പിന്നെ ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന നിങ്ങളെല്ലാം അടുത്ത ഞാൻ വക്താക്കളാണെന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി കോർട്ടിന്റെ പിന്നെ കൺസിലിയേഷനും അതുപോലെ തന്നെ കസ്റ്റഡി ഓഫ് ചിൽഡ്രൻ എന്നും പറഞ്ഞുകൊണ്ട് വരും നമ്മുടെ അടുത്ത്. കുഞ്ഞുങ്ങളുടെ പിന്നെ ആരുടെ കസ്റ്റഡിയിലാണ് എന്നൊക്കെയുള്ള ഇതിന്റെയൊക്കെ ഡിസ്കഷൻസ്, പിന്നെ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സിന്റെ ഡിസ്കഷൻസ് ഉണ്ട്. ഈ പിന്നെ ചിലപ്പോ ആണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ഒരു കേസിനകത്ത് എനിക്ക് വളരെ ഹൃദ്യമായി എനിക്ക് ഫീൽ ചെയ്ത ഒരു കേസുണ്ട്. എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു ഒരു സ്ത്രീയാണ് എൻ്റെ അടുത്ത് എത്ര 4 years എങ്ങാണ്ട് കഴിഞ്ഞ് എനിക്ക് ഒരു ടേൺ കഴിഞ്ഞ് നെക്സ്റ്റ് എനിക്ക് അവിടെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ്, അവിടെ തന്നെ എനിക്ക് അവിടെ മീൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയപ്പോൾ അവിടെ വന്ന ഒരു കേസ് നകത്ത് എന്നോട് വന്ന ഒരു ലേഡി, കേസ് അല്ല, അവര് എന്നെ കാണാനായിട്ട് വന്നതാ, ഞാനാണ് അവിടെ തന്നെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാ. വന്നിട്ട് എന്നോട് പറഞ്ഞു, മാഡം യു ഹെൽപ് മീ എ ലോട്ട്. ഞാൻ ചോദിച്ചു എങ്ങനെ? പിന്നെ മാഡം അന്ന് കൗൺസിലിംഗ് നടത്തി ഞങ്ങളെ ഒന്നിപ്പിച്ചു വിട്ടായിരുന്നു, അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. മീൻസ് പിന്നെ അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറെ നാള് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുവാനും ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചു എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് കേൾക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഒരു വലിയൊരു നമ്മൾ ചെയ്ത വർക്കിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു മോണിറ്ററി ബെനിഫിറ്റിനെക്കാട്ടിലും വലിയൊരു ബെനിഫിറ്റാ അതെന്ന് പറയുന്നത്, മെന്റൽ ഇതെന്ന് പറയുന്നത്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾക്ക് ചൈൽഡ് കസ്റ്റഡിയിൽ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ആണെങ്കിൽ ഒരാൾക്ക് വിട്ടുകൊടുക്കാതെയൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മളുടെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്തോ അവരുടെ ആ കണ്ണിൽ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സന്തോഷവും ഒക്കെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും നല്ലതായിട്ട്. പിന്നെ അതുപോലെ ഒത്തിരി കേസസ് ഉണ്ട്. പിന്നെ ഒരു 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 ഇറ്റ്സ് എ ചലഞ്ചിങ് ജോബ് ഓൾസോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ആയിട്ട് അറ്റത്തെ പ്രോബ്ലമായിട്ട് നിൽക്കുന്നവരാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം ഒരു റീയൂണിയൻ എന്ന് പറയുന്ന പോസിബിലിറ്റിയിലേക്ക് ഇവരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്.
പക്ഷേ റീയൂണിയൻ പോസിബിൾ അല്ലെങ്കിലും ഒരു റീകൺസിലിയേഷനും മീൻസ് ഒരു റീകൺസിലിയേഷൻ ഇൻ ദ സെൻസ് ഫോർ ദ സെറ്റിൽമെന്റ് അത് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അവർക്കൊരു വലിയ അനുഗ്രഹമാണ്. എന്ന് വെച്ചാൽ ഈ കോടതിയിൽ കേസ് കടന്ന് അത് പിന്നെ ഒരു വാദപ്രതിവാദത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിന് ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. അതേസമയം പ്രിൻസിപ്പൽ കൗൺസിലറിന്റെ മുന്നിൽ ഇരുന്ന് എഴുതുന്ന സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ആ മൊമെന്റിൽ തന്നെ അത് തീരും. അത് കോടതിയിൽ ജഡ്ജിന്റെ അടുത്ത് റിപ്പോർട്ടായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് സാർ അത് ഓർഡർ ആക്കി കഴിയും. അപ്പൊ അതാണ് അത് ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ വേറെ എന്താണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്നോട് ചോദിക്കാനോ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും? ഇതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഈ പ്രിൻസിപ്പൽ കൗൺസിലർ എന്നുള്ള പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഹലോ മാം. റൂൾ ഒരു മിനിറ്റ്. റൂൾ 27 ഫാമിലി കോർട്ട് റൂൾസ് 27 ഫങ്ഷൻസ് ഓഫ് കൗൺസിലർ എന്നും പറയുന്നുണ്ട്. ആ ഫങ്ഷൻസ് ഓഫ് കൗൺസിലർ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ അസിസ്റ്റ് ആൻഡ് അഡ്വൈസ് ദ പാർട്ടീസ് റിഗാർഡിംഗ് ദ സെറ്റിൽമെന്റ് ഓഫ് ദ ഇത് അത് പെറ്റീഷൻ അതെന്ന് പറയുന്നത് ഓൾസോ ഹെൽപ്പ് ദ പാർട്ടീസ് ടു അറൈവ് അറ്റ് റീകൺസിലിയേഷൻ. അതൊരു ഫങ്ഷൻ, നമ്മുടെ ഒരു കൗൺസിലറിന്റെ ഒരു ഫങ്ഷൻ ആണ്. എന്നോട് എന്തോ ചോദിച്ചേ? ഹലോ ഹലോ മാം. അതിൽ പറയുന്നുണ്ടല്ലോ, ഈ അനൗൺസ്മെന്റിൽ പറയുന്നുണ്ടല്ലോ 2 ഇയർ നമുക്ക് ഫാമിലി കൗൺസിലിംഗിൽ എക്സ്പീരിയൻസ് വേണമെന്നുള്ളത്. അപ്പോ അങ്ങനെ ഇല്ലാത്ത ഒരാളെപ്പോ എടുക്കുമോ അവരെ ഇന്റർവ്യൂവിന്റെ സമയത്ത്? ഞങ്ങളുടെ ടൈമിൽ ആക്ച്വലി അതിലും കൂടുതലുണ്ടായിരുന്നു. 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 ഇയേഴ്സ് 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അതിന്റെ കൂടെ തന്നെ ഒരു ഇതുണ്ട്. അവര് ഇൻ കേസ് അവർക്കത് പിന്നെ ആപ്ലിക്കേഷൻ ഫോം കാണുമ്പോഴേ പിന്നെ വാലിഡ് അല്ല എന്ന് കാണുമ്പോൾ അവർക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റും. അത് ആപ്ലിക്കേഷൻ ഫോം കാണുമ്പോൾ തന്നെ. പിന്നെ നമ്മൾ അതുപോലെ തന്നെ അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് നമ്മൾ ഈ ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്കിനും സ്കോർ ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു അവരുടെ ഉദ്ദേശിച്ചതിലും നല്ലൊരു ഹൈ സ്കോർ ആണെങ്കിൽ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിനെ അത് മാറ്റി ഈ സ്കോർ ചെയ്ത മാർക്ക് എടുക്കും, കൺസിഡർ ചെയ്യും. സ്കോർ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഹൈ മീൻസ് എക്സ്പീരിയൻസ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഹൈ സ്കോർ കിട്ടിയ ഒരാളെ റിജക്റ്റ് ചെയ്യത്തില്ല. അതൊരു പോസിറ്റീവ് തിങ് ആണ്. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു പോസിറ്റീവ് തിങ് വേറെ ഉള്ളത്, ഈ ഹൈക്കോടതി തന്നെ നമുക്ക് ഓണറബിൾ ഹൈക്കോർട്ട് തന്നെ ജുഡീഷ്യൽ അക്കാഡമി ഉണ്ട്. അവിടെ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. നമ്മൾ ജോയിൻ ചെയ്ത് ആദ്യത്തെ ഞങ്ങൾക്കൊക്കെ ഐ തിങ്ക് ഒരു 4 വീക്സ് മീൻസ് 2 വീക്സ് അവിടെ തന്നെ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പിന്നെ കോടതികളിലേക്ക് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും തിരിച്ച് ഹൈക്കോടതി വിളിച്ചിട്ട് പിന്നെ ഒരു 2 വീക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 4 വീക്സ് 1 മന്തോളം തന്നെ ട്രെയിനിങ് ആ ജോയിനിങ് ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇയർലി ബേസ് ഈ അക്കാഡമിയിൽ നമ്മളെ വിളിച്ചിട്ട് നമുക്ക് ട്രെയിനിങ് തരും. അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. വെൽ ട്രെയിൻഡ് ആയിരിക്കും നമ്മൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്കിനെ അത് ബാധിക്കില്ല. നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് നേരത്തെ ഇല്ലായിരുന്നു എന്നുള്ളത്. പക്ഷെ ആഡ് ഓൺ ആണ് ഫാമിലി കോർട്ടിൽ ഫാമിലി പിന്നെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ആഡ് ഓൺ ആണ്, ഒരു പോസിറ്റീവ് ആണ്. ഓക്കെ മാം, ഈ പറയുന്ന എക്സ്പീരിയൻസ് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ വേണം എന്നുണ്ടോ? ഞാൻ ഒരു 8 വർഷം ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഹോമിയോ ക്ലിനിക്കിൽ. അപ്പൊ അതിലെല്ലാ കേസുകളും വരാറുണ്ട്. അതായത് ഫാമിലി കേസസ് മാത്രമല്ല, എല്ലാ കേസസും വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അവിടെ കാര്യമുണ്ടോ? കുഴപ്പമില്ല, അത് നല്ലൊരു പോസിറ്റീവ് ആണ് ആ എക്സ്പീരിയൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ആണല്ലോ. ഇപ്പം അവിടെ ഹോമിയോ ക്ലിനിക്കിൽ വരുന്ന ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണേലും അത് ഫാമിലി ആണല്ലോ. പിന്നെ ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ കേസ് വന്നാലും നമുക്ക് ഫാമിലിയെ കാണണമല്ലോ. അപ്പൊ ഒരു നല്ല പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു.
മാം ഹലോ. പറഞ്ഞേട്ടെ. അപ്പൊ ഈ ഒരു കേസിൽ തന്നെ ഫാമിലി കൗൺസിലിംഗിന്റെ എക്സ്പീരിയൻസിനകത്ത് ഒരു എക്സ്പെക്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് PhD ഉണ്ടെങ്കിലോ MPhil ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രിഫറൻസ് നൽകും എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള മീൻസ് അങ്ങനെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആകെ 4 വേക്കൻസി അല്ലേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് മീൻസ് റാങ്ക് ലിസ്റ്റിൽ മീൻസ് ആ ഒരു വന്നു കഴിഞ്ഞാലും കുറവാണെങ്കിൽ കാര്യമുണ്ടോന്ന്, അതായത് പേടിക്കാനില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ തന്നെ ടൈമിൽ പിന്നെ ഡോക്ടറേറ്റ് ഉള്ളവരും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിലും മേളിലായിരുന്നു എനിക്ക് റാങ്ക് വരുന്നത്. അത് എന്റെ തന്നെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ എത്രയാന്ന് പറഞ്ഞാലും സ്കോറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് പോകത്തുള്ളൂ. മറ്റേതിനെല്ലാം ആഡ് ഓൺ കാണും, പ്ലസ് കാണും, അത്രേ ഉള്ളൂ. ഈ ഇന്റർവ്യൂവിന് ഏതാണ്ട് 50 മാർക്കോളം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മീൻസ് അപ്പം മറ്റേ റിട്ടൺ എക്സാമിന് ഇപ്പൊ സ്കോറിങ് എങ്ങനെയാ വരിക? മീൻസ് അതിന് കുറവാണ്, ഇന്റർവ്യൂവിനാണ് അപ്പം കൂടുതൽ വരുന്നത്. അല്ല മാം അതൊന്ന് ആഡ് ചെയ്യട്ടെ ഞാനൊന്ന്. നമുക്ക് എക്സാം വരുന്നത് 100 മാർക്സിനാണ്, അതേപോലെ ഇന്റർവ്യൂ വരുന്നത് 50 മാർക്സിനാണ്. അപ്പൊ അതില് ജിഹാദ് പിന്നെ ഇതും ഉണ്ടല്ലോ, കട്ട് ഓഫ് ഉണ്ടെന്ന് തോന്നില്ലേ? കട്ട് ഓഫ് ഉണ്ട്. കട്ട് ഓഫിന്റെ ഇതിനൊരു പ്രൊസീജിയർ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എക്സാം വരും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം PSCT നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹൈക്കോർട്ടിനൊക്കെ വളരെ ഫാസ്റ്റ് ആണ് എല്ലാത്തിലും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് December 1st വീക്കിൽ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അതുപോലെ ഫെബ്രുവരിയിലാണ് എനിക്ക് തോന്നുന്നു എക്സാം വരുന്നത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ ലിസ്റ്റ് വന്നു. ഒരു ഓഗസ്റ്റ് ഒക്കെ ആയപ്പോൾ തന്നെ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞിട്ട്, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അത്രയും ഫാസ്റ്റ് ആണ്. അപ്പൊ അവര് പിന്നെ ചെയ്യുന്ന വെച്ചാൽ ഒന്ന് ഈ എക്സാം നടത്തിയിട്ട് അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിലിപ്പോൾ ലിസ്റ്റ് കാണാൻ പറ്റും കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ OBC എല്ലാ കാറ്റഗറി എല്ലാം ഉണ്ടാവും. അതിനുശേഷം ഇന്റർവ്യൂക്ക് വിളിക്കുമ്പോൾ ഒരു 3 ഇരട്ടി എന്നെങ്കിലും ആ ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തും ഇന്റർവ്യൂക്ക് വിളിക്കുന്ന സമയത്ത്. അതിനുശേഷമാണ് ഇന്റർവ്യൂ വരുന്നത്. അതിനുശേഷം ഇന്റർവ്യൂ മാം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. വളരെ പിന്നെ മെറിറ്റോറിയസ് ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് എടുക്കുന്നത്. അത് വേറെ ഒരു കൺസേണും അവിടെ ഇല്ല. പ്രത്യേകിച്ച് ഇത് പറഞ്ഞ പോലെ ഒരാളെ സ്വാധീനിക്കുക അങ്ങനത്തെ കേസൊന്നും ഇല്ല. പ്രത്യേകിച്ച് ജഡ്ജസിനെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ക്രിമിനൽ കുറ്റം പോലെ കാണുന്ന ഒരു കാറ്റഗറിന്റെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുന്നത്. കാരണം ജഡ്ജസിനെ സ്വാധീനിക്കുക അത്ര വലിയ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ആ രീതിയിലാണ് അത് കാണുന്നത്. അപ്പോ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പീരിയൻസിൻ്റെതായാലും ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ ആയാലും ഒക്കെ എന്ത് ചെയ്യും, അതിനപ്പുറത്തേക്ക് നമുക്ക് ആ പ്രിൻസിപ്പൽ കൗൺസിലർ പോസ്റ്റിലേക്ക് നമ്മൾ ആപ്റ്റ് ആണെന്ന് അവർ നോക്കുക. നമ്മൾ ആറ്റിറ്റ്യൂഡ് നോക്കും, നമ്മുടെ സ്കില്ല് നോക്കും, നോളജ് നോക്കും, എല്ലാം നോക്കും. നമുക്ക് അറിയാം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈവൻ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ആളുകൾ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് വന്നു. അതായത് സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ആള് ഇന്റർവ്യൂവിലെ പെർഫോമൻസ് കാരണം അവർ ആപ്റ്റ് ആണ് തോന്നുന്നു. കാരണം അവരെന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ജോലിയിൽ അവർ റിക്രൂട്ട്മെന്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഇത് ഈ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ഫിൽറ്ററിങ്ങിനാണ്. നമ്മളെ ബേസിക് വേണ്ട ഇപ്പൊ സൈക്കോളജി നമുക്ക് വേണ്ട പ്രൊഫഷന് വേണ്ട കാര്യങ്ങളാണ്. സൈക്കോളജിയും സോഷ്യൽ വർക്കായിട്ട് ബന്ധപ്പെട്ട് നോളജ് വേണം. അപ്പൊ അത് പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം. ഇതാണ് അവർ റിട്ടേൺ ഫിൽറ്റർ ചെയ്ത് അതിൽ വരുന്നത്. അതിനുശേഷമാണ് അവർ നമ്മൾ ആറ്റിറ്റ്യൂഡ് നമ്മൾ പേഴ്സണാലിറ്റി എല്ലാവരുടെ കറക്റ്റ് അളക്കും. കഴിഞ്ഞ വർഷത്തെ എക്സാമ്പിൾ ഇന്റർവ്യൂ കൊണ്ട് 1 hour ഒക്കെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഹൈക്കോടതി ജഡ്ജസ് എല്ലാവരും ഉണ്ടാവും. അതിൽ ശ്രദ്ധിച്ചിട്ടാണ് അവർ പിന്നെ ഇതിലേക്ക് ഇന്ത്യക്ക് ഇടുക. കാരണം വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഫാമിലി കോർട്ടിൽ പ്രിൻസിപ്പൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ. അത്രയും അങ്ങനത്തെ കേസുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലെ ആളുകളെയാണ് ശരിക്കും ഹൈക്കോർട്ടിന് ആവശ്യം പ്രിൻസിപ്പൽ കൗൺസിലറായിട്ട്. അപ്പൊ നിങ്ങൾക്ക് മാം പറയുന്ന പോലെ തന്നെ നമ്മൾ ജഡ്ജസിന് ഫാമിലി കോർട്ടിൽ ജഡ്ജസിന് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പോലും മിനിമം 7 years എക്സ്പീരിയൻസ് വേണം. പ്ലസ് ഫാമിലി ആസ് ആ ഇൻസ്റ്റിറ്റ്യൂഷന് ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിധികൾ കൊടുക്കാൻ പറ്റുന്ന ആളുകളാണ് ശരിക്കും ഫാമിലി കോർട്ടിൽ പിന്നെ ജഡ്ജസ് ആയിട്ട് പോലും അപ്പോയിന്റ് ചെയ്യുന്നത്. അതിന്റെ തന്നെ ഓർഡർ അടക്കം വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ ഓറിയന്റേഷൻ ഉണ്ടോ, പിന്നെ അങ്ങനത്തെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, സ്കില്ലുണ്ടോ എന്ന് ശരിക്കും അവർ അളക്കുന്നത്. അവരെന്താ വെച്ചാല് ഒരുപാട് നോളജ് അല്ല അവർക്ക് അറിയാതെ ട്രെയിൻ ചെയ്തെടുക്കാൻ നമ്മൾ പറ്റുമോ, അതിനാണ് അക്കാദമി ഉണ്ട്. അക്കാദമിയിൽ കൃത്യമായ ട്രെയിനിങ് തരും. കൗൺസിലിംഗായിട്ട് ബന്ധപ്പെട്ട നിയമമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഏറ്റവും അതിൽ ക്വാളിഫൈഡ് ഉള്ള ആളുകളാണ് എന്ത് ചെയ്യാം, ജഡ്ജസ് ഒക്കെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരും. വളരെ 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 നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മാമിനെ അറിയുണ്ടാവും അക്കാദമിന്റെ തന്നെ അന്തരീക്ഷം തന്നെ ശരിക്ക് നമുക്ക് അതുപോലെ ഒരു കാം അറ്റ്മോസ്ഫിയറിൽ
ഒക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ ഒരു നമുക്കൊരു ഡിഗ്നിറ്റി ഫീൽ ചെയ്യും നമ്മൾ ആ ജോബിൽ എത്തിക്കഴിഞ്ഞാൽ. മാത്രമല്ല ഒരു സ്റ്റാർട്ടിങ് തന്നെ 6.5 lakh പെർ ആനം കിട്ടുന്ന ഒരു ജോബ്, അതുപോലെ ഹൈക്കോർട്ടിന്റെ കീഴിലുള്ള ഒരു ജുഡീഷ്യറിന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന ജോലിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ്, ഇതൊക്കെ ശരിക്കും കിട്ടുന്ന ഒരു പോസ്റ്റാണ് എന്ത് പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന പോസ്റ്റ്. ഒരു പോസിറ്റീവ് തിങ് കൂടെ ഉണ്ട്. ജോയിൻ ചെയ്യുമ്പോഴേ നമ്മൾ ഗസറ്റഡ് ഓഫീസേഴ്സാ. സാധാരണ നമ്മൾ ജോയിൻ ചെയ്തു, കുറച്ച് എക്സ്പീരിയൻസ് മീൻസ് എന്തുവാ സർവീസ് കഴിഞ്ഞിട്ടാണ് ആ സീനിയോറിറ്റി ബേസിലാണ് നമുക്ക് ഈ ഗസറ്റഡ് റാങ്കിലോട്ടൊക്കെ നമ്മൾ കയറുന്നത്. മറ്റേ ഇതെന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യുമ്പോഴേ ഗസറ്റഡ് ഓഫീസറാണ്. അതൊരു വലിയ പോസിറ്റീവ് തിങ് ആണ്. അതെ അതെ. അപ്പൊ ഫാമിലി കോർട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 3 ഗസറ്റഡ് ഓഫീസറായിട്ട് ഉണ്ടാവുള്ളൂ തോന്നുന്നു. അത് ജഡ്ജും അതേപോലെ CMO പ്രിൻസിപ്പൽ കൗൺസിലർ, ഇത്ര പേരല്ലേ മാം ഉണ്ടാവുക? അതെ അതെ അതെ, 3 ജഡ്ജിനെ ശരിക്കും തൊട്ടുതായിട്ട് വരുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ശരിക്കും പ്രിൻസിപ്പൽ കൗൺസിലർ പോസ്റ്റ്. അപ്പൊ അത്രയധികം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പോസ്റ്റാണ്. അപ്പൊ നിങ്ങൾ 4 എണ്ണം നോക്കിയിട്ട് നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു പോസ്റ്റ് മതി, നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മളൊരു പോസ്റ്റിലേക്ക് ഒരു 4 ചെയർ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെയർ ഇരിക്കാൻ പറ്റുള്ളൂ, ഒരു 100 ചെയർ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇരിക്കേണ്ട ചെയർ അവിടെ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ നോക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളത് പോസ്റ്റ് എണ്ണം നോക്കണ്ട. ശരിക്കും ഫാമിലി കോർട്ടുകൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ടല്ലോ മാം? എന്താ വെച്ചാല് ശരിക്കും 1 million പോപ്പുലേഷൻ ആണ് ഒരു ഫാമിലി കോർട്ട് എന്നാണ് ശരിക്കും ആക്ട് പ്രകാരം അവർ കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് കേസുകൾ എണ്ണം കൂടി, ഫാമിലി കോർട്ടിലൊക്കെ ഇഷ്ടം പോലെ കേസുകൾ എണ്ണം കൂടി, ഒരുപാട് കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫാമിലി കോർട്ടിൽ എണ്ണം കൂടാനാണ് ചാൻസ്. മാം എന്തായിരുന്നു അതിനെ കുറിച്ച് എന്തൊരു? അതിനകത്ത് നമ്മൾ ജസ്റ്റ് ആദ്യമേ ഫാമിലി കോർട്ട് എന്ന് പറയുന്ന 3 എണ്ണേ ഉള്ളായിരുന്നു, 3 സെന്ററുകളെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ട്രിക്ട് വൈസ് ഓരോന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഡിസ്ട്രിക്ട് വൈസ് 3 എണ്ണം വീതമായി. ഇതിനകത്ത് നമ്മൾ 1 lakh പോപ്പുലേഷന് ഒരു ഫാമിലി കോർട്ട് വേണം എന്നുള്ള ഒരു ഡിസ്കഷനും പോയിട്ടുണ്ട് ഒരു ടൈമിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇനിയും ഫാമിലി കോർട്ട്സ് അത് അതിന്റെ കൂടെ നമ്മള് ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫാമിലി ഡിസ്പ്യൂട്ട്സ് കൂടുന്നു. അപ്പൊ ഈ ഫാമിലി കോർട്ട് കൂടുന്നതിന്റെ കൂടി കഴിയുമ്പോഴേ ഒരു ഫാമിലി കോർട്ടിലെ നമ്പർ, പെറ്റീഷൻ നമ്പർ കുറച്ചുകൊണ്ട് മറ്റൊരു ഫാമിലി കോർട്ടിലേക്ക് അത് കുറയ്ക്കുക. അതിനകത്ത് കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഈ നമ്മളോട് ഈ റൂളിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഇൻ കേസ് ഒരു ഇതുണ്ടെങ്കിൽ ഈ നമുക്കിത് പ്രൊസീഡിങ്സ് കുറച്ച് നീട്ടി വെച്ചുകൊണ്ട് തന്നെ ഈ കേസ് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കണം എന്ന് അതിനകത്ത് ഈ റൂളിനകത്ത് തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ടൈം കൂടുതൽ ക്ലയൻസിന് കൊടുത്തോണ്ട്, അതുകൊണ്ടാണ് ഈ നമ്പർ ഓഫ് ഫാമിലി കോർട്ട് കൂടി വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 100 കേസ് നമ്മൾ ഒരിടത്ത് ക്യുമുലേറ്റ് ചെയ്ത് കിടക്കുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് 50-50 ആക്കുമ്പോൾ തന്നെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈം കൂടുതൽ കിട്ടും, മറ്റേത് അത്രയും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്പർ ഓഫ് കേസസ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഫാമിലി കോർട്ട്സും കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 4 എണ്ണം ആണെന്ന് വിചാരിക്കണം. അത് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോ റിട്ടയർമെന്റ് കൂടി പരിഗണിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു 4 പോസ്റ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഇനിയും ട്രിവാൻഡ്രത്ത് പുതിയൊരു ഫാമിലി കോർട്ട് വന്നിട്ടുണ്ട് തോന്നണല്ലോ മാം. അപ്പൊ അങ്ങനെ ഇനിയും വരാൻ ചാൻസുകളുണ്ട്. അപ്പൊ നമ്മളത് നോക്കണം. നമുക്കുള്ള പോസ്റ്റ് എന്ത് ചെയ്യാ, ഒരു പോസ്റ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നമുക്ക് ജോയിൻ ചെയ്യാൻ. അപ്പൊ അതിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഇതില് കുറച്ച് GK പാർട്ടുകളും കുറച്ച് ലോ കാര്യങ്ങളൊക്കെ അറിയേണ്ടി വരും. പക്ഷെ അപ്പൊ അതിലെ ലോ പറയുമ്പോൾ തന്നെ കുറച്ചും കൂടി ഫാമിലി കോർട്ട് റിലേറ്റഡ് ആയിട്ട് ലോസ് ആണ് സ്വാഭാവികമായിട്ട് ചോദിക്കുക. മാം ഇതിലിപ്പോ കുറെ ഹിന്ദു മാരേജ് ആക്ട് അങ്ങനത്തെ കുറച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആക്ടുകളും പ്രധാനപ്പെട്ട ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ഏതൊക്കെ ലോകളാണ് നമ്മൾ പൊതുവെ? അതിനകത്ത് മെയിൻ ആയിട്ട് ഈ 5 വിഷയങ്ങളാണ് നമുക്കവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അത് സെക്ഷൻ 7-ൽ കിടപ്പുണ്ട്. ഒന്ന് ഡിസൊല്യൂഷൻ ഓഫ് മാരേജ്, പിന്നെ കസ്റ്റഡി ഓഫ് ചൈൽഡ്, പിന്നെ 3-മത്തേത് ഡൊമസ്റ്റിക് വയലൻസ്, പിന്നെ മെയിൻ്റെനൻസ് എന്നും പറഞ്ഞുകൊണ്ട്, പിന്നെ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ്. ഇത് 5 ഇഷ്യൂസ് ആണ് ഫാമിലി കോർട്ടിൽ മെയിൻ ആയിട്ട് വരുന്നത്.
ഇത് ബേസ് ചെയ്ത് വരുന്നതിന് പിന്നെ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ചായിരിക്കും ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ചായിരിക്കും ആ പെറ്റീഷൻ പോകുന്നതെന്നേ ഉള്ളൂ. ക്രിസ്ത്യൻ മാരേജ് ആക്ട് ആണ് ക്രിസ്ത്യൻസിന്റെ ഇതിനകത്ത് പോകുന്നത്. അങ്ങനെ ആ ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഈ 5 പ്രോബ്ലംസ് ആണ് മെയിൻലി നമ്മൾ അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഈ 5 പ്രോബ്ലംസിനും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 5 പ്രോബ്ലംസിനും കൗൺസിലർ എന്നുള്ള പോസ്റ്റ് ഇരിക്കുന്ന ആൾക്കാണ് പെട്ടെന്ന് സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ എത്തുന്നത് 5 കേസായിട്ടാണ്. മേ ബി ഇത് ഡിഫറെന്റ് ഡേയ്സിലായിരിക്കും. ജഡ്ജസിനോട് ഇത് പറയുന്ന സമയത്തും കസ്റ്റഡി ഓഫ് ചൈൽഡിന്റെ ഒരു ദിവസമാണെങ്കിൽ വേറൊരു ദിവസമായിരിക്കും പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ട്. ഇത് നമ്മുടെ കൗൺസിലറിന്റെ അടുത്ത് എത്തുമ്പോഴാണ് ഇത് എല്ലാം ഈ ഒരാളുടെ കേസ് 5 എണ്ണമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് ഡിഫറെന്റ് ഡേറ്റ്സിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ കൺഫേം ചെയ്തുകൊണ്ട് 1 ഡേറ്റിലോട്ട് ആക്ക് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ നമ്മുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് 1 ഡേറ്റിലോട്ട് കൊണ്ടുവരുന്നത്. അതൊക്കെയാണ് ഒരു വലിയ ഹെൽപ്ഫുൾ ഫോർ ദ ഫാമിലി കോർട്ട് എന്ന് പറയുന്നത്. ഈ കൗൺസിലേഴ്സിന്റെ ഒത്തിരി നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇത് ഈ മീൻസ് പെറ്റീഷൻസിനെ എത്രയും പെട്ടെന്ന് ഒരു ധാരണയിലോട്ട് കൊണ്ടുവരത്തക്കവണ്ണം. അതാണ് അതിനകത്ത് സെക്ഷൻ 7-നകത്താണത് മെയിൻ ആയിട്ട് കിടക്കുന്നത്. ഇതാണോ ഉദ്ദേശിച്ചത്? അതെ മാം, അതെ മാം. അപ്പോൾ നമ്മൾ ചില എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ ഭാഗത്തുള്ള കുറച്ച് ഏരിയയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലാസ്സിൽ കൊടുക്കുക. അത് ക്ലാസ് എടുക്കുന്ന അഡ്വക്കേറ്റ്സ് തന്നെയാണ്. എന്താണ്, ഏതൊക്കെ ടൈപ്പ് ലോസ് ആണ് വരുന്നത്, ഏതൊക്കെ കാറ്റഗറി ആണ് വരുന്നത്, അതിൽ ഫാമിലി കോർട്ടിൽ വരുന്നത് ഏതൊക്കെ സെഷൻസ് ആണ് വരുന്നത്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെഷൻസ്, ലൈവ് സെഷൻസ് വരുന്നുണ്ട്. കഴിഞ്ഞാൽ ഈ ഡെസൊല്യൂഷൻ ഓഫ് പിന്നെ മാരേജ് എന്ന് പറയുന്നതിനകത്ത് തന്നെ ഡിഫറൻസ് ഉണ്ട്. നൾ ആൻഡ് വോയിഡ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്, പല ഇതിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻസ് വെച്ച് പഠിക്കണം. അഡ്വക്കേറ്റ്സിന്റെ ക്ലാസ്സസ് ഉണ്ടല്ലോ അല്ലേ? അതെ മാം, അതെ മാം. എന്താ വെച്ചാൽ പുതിയ പിന്നെ മാം ഇപ്പോൾ നൾ ആൻഡ് വോയിഡ് മാരേജ് ഒക്കെ പറഞ്ഞ പോലെ പുതിയ ടൈപ്പ് ഓഫ് എന്താ പറയുക ലിവിങ് ടുഗദർ, അങ്ങനത്തെ ബന്ധപ്പെട്ട കുറെ പുതിയ സുപ്രീം കോടതിന്റെ വിധികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ സെഷൻസ് ഒക്കെ ഫാക്കൽറ്റി കൈകാര്യം ചെയ്യാം. 22 പിന്നെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ഇഷ്യൂസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. ജെൻഡർ മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് എന്താ ഇതുണ്ടല്ലോ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അത്. അതെ അതെ അതെ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഭാഗം പൂർണ്ണമായിട്ട് നമ്മൾ അഡ്വക്കേറ്റ്സ് അതിന്റെ ബന്ധപ്പെട്ട ഫാക്കൽറ്റീസിന് ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. കാരണം നമുക്ക് ഇതിന്റെ ഒരു എക്സാമിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഒരു 70% സൈക്കോളജിയും വർക്കാണ് വരിക. ഒരു 30-35 മാർക്സ് വീതം ഈച്ച് സബ്ജക്റ്റിന് വരും. പിന്നെ ഒരു 10 മാർക്സ് നമ്മൾ ലോ റിലേറ്റഡ് ആയിരിക്കും. അതേപോലെ 10 മാർക്സ് നമ്മൾ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ GK ആയിട്ട് ബന്ധപ്പെട്ടത്. ഒരു 10 മാർക്സ് നമുക്ക് മെന്റൽ എബിലിറ്റി, റീസണിങ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് അസസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ 100 മാർക്സിനാണ് വരിക. അപ്പൊ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളും അതുപോലെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും നല്ല പോസ്റ്റിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണേ. മാം പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു കോളേജിലേക്കോ ഒരു ഹയർ സെക്കൻഡറിയിലേക്കോ ജോയിൻ ചെയ്യണമെങ്കിൽ 40-50 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യണം. എന്നാൽ ഇവിടെ വളരെ കൃത്യമായിട്ട് യാതൊരു കൈക്കൂലിക്ക് സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോസ്റ്റിലേക്ക് എത്താൻ പറ്റും. ബാക്കിയുള്ള PSC പോലെ 1 വർഷം 2 വർഷം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. എത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് ഹൈക്കോടതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഒരു പ്രത്യേകത. കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ 2 മാസത്തിനുള്ളിൽ എക്സാം വന്നു, നോട്ടിഫിക്കേഷൻ വന്നു, 2-2.5 മാസത്തിനുള്ളിൽ എക്സാം വന്നു. ഉടനെ തന്നെ 1-1.5 മാസം കൊണ്ട് എനിക്ക് തോന്നുന്നത് അതിന്റെ പിന്നെ ലിസ്റ്റ് കാര്യങ്ങൾ വന്നു, ഇന്റർവ്യൂവിന്റെ ലിസ്റ്റ് കാര്യങ്ങൾ വന്നു. ഉടനെ തന്നെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞ ശേഷം അവർക്ക് ട്രെയിനിങ് കൊടുത്തു. വളരെ ഫാസ്റ്റ് 5-6 മാസം കൊണ്ട് ആളുകൾ അപ്പോയിന്റ്മെന്റ് റിക്രൂട്ട്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇനിയുള്ള 2 മാസം വളരെ ക്രൂഷ്യലാണ്. നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നന്നായിട്ട് പഠിക്കണം, സമയം അതിലേക്ക് സ്പെൻഡ് ചെയ്യണം, വളരെ ഫോക്കസ്ഡ് ആയിട്ട് മാറണം. അപ്പൊ എല്ലാവർക്കും ഈ കുറഞ്ഞ സമയം തന്നെ ഉള്ളൂ. ഓക്കെ, അതിലൊരു പോയിന്റ് പറഞ്ഞു, ഈസ് ഇറ്റ് റിസർവ്ഡ് ഓൺലി ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമല്ല മാമിന് പറയുന്നുണ്ടാവും കൊളീഗ്സ്. ഒന്നും മാം പറയോ ആരൊക്കെ ഇതിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് പ്രിൻസിപ്പൽ കൗൺസിലർ ആയിട്ട് വരുന്നത്, അല്ലാത്തവരുണ്ടോ എന്നുള്ളത്? എങ്ങനെ എന്നോടാന്ന് ചോദിച്ചേ?
അവർ ചോദിച്ചു ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണോ ഓ കൊടുക്കുന്നത്? ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ മെയിലും ഉണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സ് എന്റെയൊക്കെ ടൈമിലും ഉണ്ട്. ഈ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എടുത്തതിനകത്തും മെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഇതില്ല, മീൻസ് മെയിൽ കാൻഡിഡേറ്റ്സിന് കൊടുക്കത്തില്ല എന്നില്ല, മെയിൽ കാൻഡിഡേറ്റ്സിനും കൊടുക്കുന്നുണ്ട്. അതെ അതെ. ഇപ്പൊ കഴിഞ്ഞ ലിസ്റ്റ് അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റിൽ മെയിൻ കാൻഡിഡേറ്റ്സ് ഉണ്ട്. പോയി കാരണം മാം പറഞ്ഞ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇന്റർവ്യൂ സമയത്തൊക്കെ അവർ കാണാൻ പറ്റുക. അവർ അപ്രോച്ച് ആയാലും ഇന്റർവ്യൂ പാനൽ ആളുകളായാലും ജഡ്ജസ് വളരെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ടാണ് അവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. അവർക്ക് ആവശ്യം എന്താ വെച്ചാൽ അവർ കൃത്യമായിട്ട് നമ്മൾ അളക്കാണ് അവർ ആവശ്യം. അപ്പൊ നമ്മൾ കുറെ ടെൻഷൻ അടുപ്പിച്ചായിരുന്നു ശരിക്കും നമ്മൾ ഫുൾ പുറത്തേക്ക് വരില്ല. അപ്പൊ വളരെ കാമായിട്ട് വളരെ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഇന്റർവ്യൂ ഒക്കെ വരിക. പക്ഷെ അവർ കൃത്യമായിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യും, അസസ് ചെയ്യും. നമ്മൾ ഓരോ സംസാര രീതിയും നമ്മളെ റെസ്പോൺസും ഒരു സിറ്റുവേഷനൊക്കെ തന്നിട്ട് അവർ നിങ്ങൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, പ്രോബ്ലം സോൾവ് ചെയ്യുന്നൊക്കെ അവർ ചോദിക്കും. അതുകൊണ്ട് 3/4 മണിക്കൂർ 1 മണിക്കൂർ വരെയൊക്കെ ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ എല്ലാം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ടെൻഷൻ ഒന്നും വേണ്ട. മാം പറഞ്ഞ പോലെ റിലാക്സ്ഡ് ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ആക്കിയിട്ടാണ് അവർ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുക. പക്ഷെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫിൽറ്ററിങ് പ്രോസസ്സിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് സ്കോർ ചെയ്യുക, ശേഷമാണ് ഇന്റർവ്യൂ ഒക്കെ വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈവൻ നിങ്ങളുടെ കയ്യിൽ എന്താ പറയാ എക്സ്പീരിയൻസ് ഇല്ലാന്ന് വിചാരിക്കുക. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സ്കില്ലുണ്ട്, പിന്നെ റിക്കൺസിലിയേഷനും അതേപോലെ കൗൺസിലിംഗ് മറ്റൊക്കെ സ്കില്ലുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് അറിയാം, അവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള സർക്കാർ ജോലി കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, പിന്നെ എന്താ ചെയ്യേണ്ടത് പോലും ഒക്കെ കുറെ അബദ്ധത്തിലൊക്കെ ചാടിയിട്ടാണ് നമ്മൾ പഠിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെ കൃത്യമായി ട്രെയിനിങ് തന്നതിന് ശേഷമാണ് നിങ്ങളെ ഫീൽഡിലേക്ക് ഇറക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട, എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ചെയ്യും. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇന്റർവ്യൂ നിങ്ങൾക്ക് പിന്നെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ അതിൽ അത്ര പ്രസക്തി ഇല്ല. നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. ഇന്റർവ്യൂ എന്റെ ടൈമിൽ എന്നോട് 5 പേരും ഇംഗ്ലീഷിൽ തന്നെയാ ചോദിച്ചത്. പക്ഷേ നമുക്ക് ഇംഗ്ലീഷും മലയാളവും കൂടെ മിക്സ് ചെയ്ത് പറയാൻ പറ്റും. അപ്പൊ അവരും ഇങ്ങോട്ടും പിന്നെ മലയാളത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ ഉള്ളൂ, ബട്ട് മലയാളത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇംഗ്ലീഷും മലയാളവും കൂടെ മിക്സ് ചെയ്തിട്ട് ആൻസർ പറയാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ വെറീഡ് ആവണ്ട. നമുക്ക് നമ്മളെ കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാൻ പോസ്റ്റിലേക്ക് പറ്റുമെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പെർഫോം ചെയ്യാനും പറ്റും. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്ത് ചോദിച്ചാൽ ഈ റിട്ടേൺ എക്സാമിലേക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ. എല്ലാവർക്കും ഒരേ സമയമാണ് കിട്ടുന്നത് അല്ലെ, 2 മാസം സമയമാണ് എല്ലാവർക്കും കിട്ടുക. നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൂ. ഇനി ഇതിൽ ആരും അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ട്, എല്ലാം അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്ലിക്കേഷൻ സമയത്ത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവുക, അപ്പൊ അതില് എന്താ പറയാ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് പേരിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരെന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഹൈക്കോടതി വിളിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പൊ അവർ പറഞ്ഞ അതർ ഓപ്ഷൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് അതിൽ ആഡ് ചെയ്യാം. നമ്മൾ അത് ഇന്റർവ്യൂ ടൈമിൽ പ്രൂവ് ചെയ്യണമെന്നുള്ളൂ. ഏത് എക്സ്പീരിയൻസ് ഇതിൽ ആഡ് ചെയ്യും. ഇപ്പം പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ആയാലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ മാം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അഡീഷണൽ കൗൺസിലറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് 2-3 വർഷം വർക്ക് ചെയ്താൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അവർ പ്രിഫറൻസ് കൊടുക്കുന്നു തോന്നുന്നുണ്ട് അല്ലേ? പ്രിഫറൻസ് കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്ന് വെച്ച് പിന്നെ അതുകൊണ്ട് മറ്റതെല്ലാം നമ്മൾ ലാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പോയി, നമുക്ക് കിട്ടത്തില്ല. അത് നമ്മൾ സ്ട്രെയിൻ എടുക്കുന്നത് സെയിം ലെവലിൽ തന്നെ എടുത്തോണ്ട് ഇതിനെ അതേ പിന്നെ എന്തൂസിയാസത്തിൽ തന്നെ എടുത്തോണ്ട് നമ്മൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ കൗൺസിലർ മീൻസ് അഡീഷണൽ കൗൺസിലറായിട്ട് ഇരിക്കുന്നതിന് ആഡ് ഓൺ ആയിരിക്കും. ബട്ട് അഡീഷണൽ കൗൺസിലറായിട്ട് ഇരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്കോറും കിട്ടിയില്ല, ഇന്റർവ്യൂവിനും ഇത് അപ്പിയർ ചെയ്യുന്നത് മോശമായി പോയെങ്കിൽ നമ്മൾ റിജക്റ്റഡ് ആയി പോകും. അത് ശ്രദ്ധിക്കണം. അതെ. അപ്പൊ നമ്മളെന്താ വെച്ചാല് കുറെ പേര് പിന്നെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്നവരുണ്ടാവും. പിന്നെ കൗൺസിലിംഗ് ഒരുപാട് എക്സ്പീരിയൻസ് അതുകൊണ്ട് എനിക്കില്ലാന്ന് വിചാരിക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാല് ഈ ഫിൽറ്ററിംഗ് പ്രോസസ് ഫസ്റ്റ് എക്സാമിന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂയിലേക്ക് വരിക. അപ്പൊ ഈ കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഒരുപാട് ആളുകൾ ഈ പിന്നെ എക്സാമിനേഷൻ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുള്ളൂ. അപ്പൊ മാത്രമേ അവരെ എത്തുള്ളൂ. അപ്പോൾ അവര് നമ്മളത്ര പെർഫോം ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് അവർ അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യും, പുറത്താക്കപ്പെടും, ഇന്റർവ്യൂവിലേക്ക് എത്തൂല. അപ്പൊ അതിനെ കുറിച്ച് വറീഡ് ആവണ്ട, നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യാന്നുള്ളതാണ്.
പിന്നെ സിലബസിനെ കുറിച്ച് ചോദിച്ചു. സിലബസ് അവർ കൊടുത്തിട്ടുള്ളത് നമ്മൾ സൈക്കോളജി, സോഷ്യൽ വർക്ക്, ഇതാ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, ലോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കൃത്യമായിട്ട് ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് അതിന് നമ്മൾ പിന്നെ അതിന്റെ ഒരു PG ലെവലിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഒരു സിലബസ് പോലെ എന്തൊക്കെയാണ് പഠിക്കുക, ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസും അതിന്റെ ഡിസ്കഷനും നമ്മൾ ഓരോ ടോപ്പിക്കും ചെയ്തിട്ടാണ് നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകുന്നത്. മോക്ക് ഇന്റർവ്യൂ ഇപ്പം പിന്നെ ഉദ്ദേശിക്കുന്നത് CTUN കൊടുക്കുമെന്നായിരിക്കും. ഓക്കെ മാം, നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് കഴിഞ്ഞിട്ട് അതിൽ പിന്നെ ക്ലിയർ ചെയ്ത ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇന്റർവ്യൂ സെഷൻസ് കൊടുക്കുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള ആളുകളും എന്നുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് എന്തൊക്കെയാണ് അവരോട് ചോദിച്ചിട്ടുള്ളത് അതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, അതെല്ലാം നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് അതിനെ കൃത്യമായിട്ട് ഓറിയന്റേഷൻ എങ്ങനെ പ്രസന്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ നമ്മൾ സെഷൻ അത് വേറെ തന്നെ വെക്കും. അത് നമ്മൾ ഈ പിന്നെ ഈ എക്സാം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അതിന് സമയം കിട്ടും. അതിന് ശേഷം നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ആദ്യം ഒരുങ്ങേണ്ടതുണ്ട് ഇതിന്. നമ്മൾ അതിനുവേണ്ടി സമയം മാറ്റി വെക്കലും, അതിന് എന്താണ് സിലബസ് എന്താണെന്ന് അറിയണം, അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് അറിയണം, എക്സാമിനേഷൻ പാറ്റേൺ എന്താണെന്ന് അറിയണം. ഇങ്ങനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്, തയ്യാറാവേണ്ടത്. എന്നിട്ട് മാത്രം പഠിക്കാൻ ഇറങ്ങേണ്ട കാര്യമുള്ളൂ. അല്ലാതെ കാട് കയറി പഠിച്ചിട്ട് കാര്യമില്ല. എന്ത് പഠിക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് പഠിക്കണ്ട എന്നുള്ളത്. വളരെ കുറഞ്ഞ സമയത്ത് നമ്മൾ കാട് കയറി ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ തെറ്റും പഠിക്കാൻ പാടില്ല. വളരെ ഒതന്റിക് സോഴ്സ് നമ്മൾ കുറഞ്ഞ സമയത്ത് മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ CTUN അതിന്റെ കോച്ചിങ് പ്രോഗ്രാം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ 30 ലൈവ് സെഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് രാത്രി ഇതുപോലെ ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് ഓരോ സബ്ജക്റ്റിലെ എക്സ്പേർട്സ് തന്നെയാണ് ഉണ്ടാവും. സോഷ്യൽ വർക്കാണ്, സൈക്കോളജി, ലോ ആയാലും എല്ലാ അതാത് സബ്ജക്റ്റിന്റെ എക്സ്പേർട്സ് ആണ് നമുക്ക് ക്ലാസ് എടുക്കാനുണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് മാമിനായിട്ടുള്ള ഇന്ററാക്ഷനും അതുപോലെ ഇനി നമ്മൾ വരാൻ പോകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ ഈ ഒരുക്കത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 30 ലൈവ് സെഷൻസ് ഉണ്ടാവും, പ്ലസ് ഒരു 20+ റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും, അതേപോലെ 50+ മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. അതുപോലെ അതിൽ നമുക്ക് ഡിസ്കഷൻ ഫോറംസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പരസ്പരം ഡിസ്കസ് ചെയ്യാം. എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ ചാറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും അത് നമ്മൾ ഫാക്കൽറ്റിക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും ഫുൾ ടൈം നമ്മൾ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ആൾറെഡി നമ്മൾ എന്താ വെച്ചാൽ CTUN ലേണിംഗ് ആപ്പ് ാണ് നമ്മൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ കൗൺസിലർ കോഴ്സ് കാണാൻ പറ്റും. ആ കോഴ്സിൽ നിങ്ങൾ കണ്ടന്റ് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ലൈവ് ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് വീഡിയോസ് കാണാം. ഒരു പക്ഷേ നിങ്ങൾക്ക് യാത്രയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ലൈവിൽ വരാൻ പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്താലും നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലൈവ് ക്ലാസ്സുകൾ കണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിയുള്ള PSC പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല, മെറ്റീരിയൽ കളക്ഷൻ എന്നുള്ള ഒരു എയിമിൽ ഒരിക്കലും നിങ്ങൾ ഇതിന്റെ കോച്ചിങ്ങിലേക്ക് വരരുത്. ഓൺ ദ സ്പോട്ട് എന്താണ് ആ സമയത്ത് പഠിക്കാൻ പറ്റും അപ്പം പഠിച്ചു പോവാ. ഞാൻ കുറെ ക്ലാസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് കയ്യിലുണ്ട്, അതിന്റെ മെറ്റീരിയൽ ഒക്കെ ആപ്പിലുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ആപ്പിലുണ്ട്. കുറച്ച് സമയം പഠിക്കാന്ന് വെച്ചാൽ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്സാം ക്ലിയർ ചെയ്തിട്ട് ടോപ്പിൽ എത്താൻ പറ്റും. നമുക്ക് എക്സാം എഴുതാന്നുള്ളതല്ല നമ്മളെ എയിം. നമ്മളെ എയിം എന്താണ്, എക്സാം ക്ലിയർ ചെയ്ത് ടോപ്പിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ അതിന് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാവാൻ പറ്റുക. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഏർലി മോർണിംഗിൽ ഒരു 4 മണിക്ക് വേണ്ടിയിട്ട് 2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ രാത്രി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക, ഫിക്സ് ചെയ്ത് അത് കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് 2 മാസം ലൈഫ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് 60 വയസ്സ് വരെ വളരെ ശാന്തമായ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ നല്ലൊരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ഷെഡ്യൂളുകളും ഈ പ്രിൻസിപ്പൽ കൗൺസിലർ പോസ്റ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. എക്സാം വരുന്നത് അതിന്റെ പ്രിപ്പറേഷൻ ആണ് മെയിൻ. അതിന് സമയം കൊടുത്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ എക്സാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അന്ന് പ്രിപ്പയർ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ള തോന്നലാണ് ശരിക്കും എപ്പോഴും നമുക്ക് വളരെയധികം ഗിൽറ്റി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടി പ്രിപ്പയർ ചെയ്താൽ മതിയായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഒപ്പമുള്ള ആളുകൾക്ക് 1 മാർക്ക് 1/2 മാർക്കിനൊക്കെ പോയതിനു ശേഷം നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് കൊടുക്കേണ്ട സമയമുള്ളപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ
മാക്സിമം കണ്ടന്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഷോർട്ട് ടൈം പീരീഡിൽ എങ്ങനെയൊക്കെ അത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, മെമ്മറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിലെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. മെമ്മറി ടിപ്സ് ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള സെഷനൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ അതിന്റെ കോച്ചിങ് ക്ലാസ്സിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. C21 ആപ്പ് വഴി നിങ്ങൾക്ക് അതിന്റെ അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ C21 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു മാം. ഇത്രയധികം സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്, ഇത്ര വാല്യബിൾ ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് മാം ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും മോട്ടിവേറ്റിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് സ്റ്റുഡൻസ് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ അത് പറഞ്ഞിട്ട് മാമിന് നമുക്ക് പിരിച്ചുവിടാം. ജസ്റ്റ് 1-2 പേർക്ക് മുന്നോട്ട് വന്നിട്ട് ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് പറയാം. താങ്ക് യു മാം. ആക്ച്വലി മീൻസ് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്താണ് ഇങ്ങനൊരു പോസ്റ്റ്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. നമ്മളിങ്ങനെ പല ആൾക്കാരോട് സംസാരിച്ചു. അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു 4 വേക്കൻസി ഉള്ളൂ, വെറുതെ അപ്ലൈ ചെയ്യണ്ടെന്നുള്ളത്. പക്ഷെ നമ്മളിപ്പം മാമിന്റെ ഈ ഒരു ടോക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു മോട്ടിവേഷൻ ആണ് കിട്ടിയത്, ഇനി അപ്ലൈ ചെയ്യാനും പഠിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം എന്താണ് അതിന്റെ ആ ഒരു വേക്കൻസിയുടെ ഒരു ഡിവൈൻ വേക്കൻസി എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ തന്നതിനും മാമിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇങ്ങനെ ഒരു നല്ലൊരു സെഷൻ എടുത്തു തന്നതിനും ഒത്തിരി നന്ദി. താങ്ക് യു മാം. താങ്ക് യു. മാം നല്ലൊരു സെഷനായിരുന്നു, നല്ല സെഷനായിരുന്നു. ആക്ച്വലി എനിക്ക് നല്ലൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, ഇത് എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, ഇങ്ങനെ ഒരു എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. മാം വളരെ കൃത്യമായിട്ട് വളരെ ഡെപ്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവരും ഇത് യൂസ്ഫുൾ ആക്കണം, പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ ജിഹാദിനും വളരെ താങ്ക്സ്, ഇത്രയും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ താങ്ക്സ്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കുന്ന സ്റ്റേജിൽ നിങ്ങളെ കാണുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.